ഒന്നും കുറ്റമൊന്നും പറയാനില്ല, നല്ല വണ്ടിയാണ്. ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരിക, 6 സ്പീഡ്. റേറ്റ് വന്നിട്ട് നമുക്ക് 5.25 ലക്ഷം രൂപ കൊടുക്കാം. മൈലേജ് ഏകദേശം ഒരു ടൗണിൽ ഒരു 11. നമ്മൾ നേരത്തെ ഇന്നോവയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പോകാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണിത്. ഫോർഡിന്റെ ഫിയസ്റ്റ ഒരു സ്പെഷ്യൽ എഡിഷൻ ഐറ്റമാണ്. KL58 തലശ്ശേരി വണ്ടി. അതെ, കളക്ടേഴ്സ് ഐറ്റം എന്ന് പറയാം. കാരണം ഇത് 1.6 S എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അടിപൊളി കളറുമാണ് അല്ലേ? അതെ അതെ. ഇത് 2015 സിറ്റി ഡീസൽ മാനുവൽ ആണ്. ബി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. നല്ല ഓഫർ പ്രൈസ് ആയിട്ട് 10,90,000 രൂപ കൊടുക്കും. 10,95,000 ഒരു ടിഗ്വാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നമുക്ക് ടൈഗൂണിന്റെ പ്രൈസിൽ നമുക്ക് ടിഗ്വാൻ ഓട്ടോമാറ്റിക് ഡീസൽ കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു 3 മാസമായി നമ്മളിങ്ങോട്ട് വന്നിട്ട് സൂപ്പർ വീൽസിലേക്ക് വന്നിരിക്കുകയാണ്. സൂപ്പർ വീൽസ് എല്ലാവർക്കും അറിയാലോ, ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ കാറുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് സൂപ്പർ വീൽസ്. ഓക്കെ, അങ്ങനത്തെ ബഡ്ജറ്റ് സെഗ്മെന്റ് വണ്ടികളാണ് ഉണ്ടാവാറ് കൂടുതലും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് അനിരുദ്ധിനെ സ്വാഗതം ചെയ്യാം. അനിരുദ്ധും നമ്മുടെ ആദ്യത്തിനുണ്ട് കൂടെ. അനിരുദ്ധെ സ്വാഗതം. സ്വാഗതം. ഓക്കെ, അപ്പോൾ 3 മാസം ഗ്യാപ്പായി. 3 മാസം ഗ്യാപ്പായി. സംഭവം ഒന്നുമില്ല, ഇവിടെ വണ്ടി വരും, പെട്ടെന്ന് തന്നെ സോൾഡ് ആവും. സ്റ്റോക്ക് ഒരുമിച്ച് കിട്ടാറില്ല അല്ലെ? വീഡിയോ ചെയ്യാൻ കുറെ കാലം എൻ്റെ അടുത്ത് കമന്റിൽ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്, സൂപ്പർ വീൽ ഒന്ന് കാണിക്കുന്നു പറഞ്ഞിട്ട്. സ്റ്റോക്ക് അധികം ഉണ്ടാവില്ല, അപ്പോഴേക്ക് വണ്ടി വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഫണ്ട് വിളിച്ച എൻക്വയറികളുണ്ടാവും. അപ്പൊ അവർക്ക് വണ്ടി അധികം കൊടുത്തു. അതാണ് ഇവിടുത്തെ സ്റ്റോക്ക് ആക്കിയതാണ്. അതെ, വീഡിയോക്ക് വേണ്ടി സ്റ്റോക്ക് ആക്കിയതാണ്. ഇത്രയും നിരന്തരം കമന്റ് വന്നുകൊണ്ട് സ്റ്റോക്ക് ആക്കിയതാണ് പെട്ടെന്ന് തന്നെ. ഇന്ന് കുറച്ച് വലിയ സൈസ് കാണണ്ടല്ലോ, സാധാരണ ഉള്ളതിനെ കണ്ടു. രണ്ടുണ്ട്, മിക്സ്ഡ് രണ്ടുണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്. നമ്മുടെ ഫിയറ്റില്ല, ഫിയറ്റ് പ്രശ്നമില്ല. ഒരു വണ്ടി ഉണ്ടായിരുന്നു ഫിയറ്റ്, അത് ഒരു 2 ദിവസം മുന്നേ കൊടുത്തുപോയി. ഏതാ പോയത്? പോണ്ടോ? 2010 പുണ്ടുണ്ടായിരുന്നു. 10 പോണ്ടോ അല്ലേ? ഓക്കെ, ഫിയറ്റ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാലോ. വേറെ നിലവിൽ സ്റ്റോക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ഫിയറ്റ് ഷെവർലെ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഫിയറ്റ് ഫോർഡ് ഒക്കെ ഉണ്ടാവും. വണ്ടിയാണുള്ളത്. അപ്പൊ ഇത് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാറോപ്പടിയാണ്. അതായത് കോഴിക്കോട് വയനാട് റൂട്ടിൽ പാറോപ്പടി മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പാറോപ്പടി എന്ന ബസ് സ്റ്റോപ്പ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. പാറോപ്പടി സ്കൂൾ ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിന്റെ കഴിഞ്ഞ വീഡിയോയില് പിന്നെ നമ്മളെ പ്രേക്ഷകർ ഇപ്പൊ പറയാറുണ്ട് ബഡ്ജറ്റ് സെഗ്മെന്റ് കാണിക്കുന്നത്. നമ്മളിത് ബഡ്ജറ്റ് സെഗ്മെന്റ് കാണിക്കുമ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ആൾക്കാർ അന്നേരം ഉണ്ടാവില്ല. എന്നിട്ട് മറ്റേ കൂടിയ മോഡലുള്ള വണ്ടിയിൽ പോയിട്ട് ആൾക്കാർ കമന്റ് ചെയ്യും, നിങ്ങളുടെ ബഡ്ജറ്റ് സെഗ്മെന്റ് കാണിക്കാത്തത്. ഇവിടുത്തെ വീഡിയോ കാണിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം എല്ലാ വണ്ടി വിറ്റിട്ടുണ്ട്, ഒരു വണ്ടി പോലും പോവാത്തില്ല. അപ്പൊ ആളുണ്ട്. ബഡ്ജറ്റ് സെഗ്മെന്റ് ആണെങ്കിലും ഇനിയിപ്പോ അല്ലാത്ത വലിയ വണ്ടി കാണിച്ചാലും ഞങ്ങളത് റേറ്റ് പൊതുവെ നല്ല കുറവാണ്. അതുകൊണ്ട് എല്ലാ വണ്ടിയും പോകലുണ്ട്, ഒന്നും പോവാതില്ല. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യം വണ്ടി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. XUV, ക്രെറ്റ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. സിറ്റി ഉണ്ട്, ഇന്നോവ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ആദ്യ വാഹനം ഫോക്സ് വാഗൺ വെൻഡോ ആണ്. KL41 ആലുവ രജിസ്ട്രേഷൻ വരുന്ന ബ്ലാക്ക് കളർ. എങ്ങനെയാണ്? 2012 വെൻഡോ ഡീസൽ കംഫർട്ട് ലൈൻ ആണ്. കിലോമീറ്റർ 1.45 ഓടിയിട്ടുണ്ട്. അത് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ്. കംഫർട്ട് ലൈൻ അതിനെ കൊണ്ട് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പിന്നെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അലോയ് വീലും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, ഇൻഷുറൻസ് അടുത്ത വർഷം ഒരു മാർച്ച് വരെ ഉണ്ട്. 2012 ജൂൺ 8 അപ്പോൾ അടുത്ത വർഷം ജൂണിൽ റിന്യൂവൽ വരും. ഓക്കെ, അപ്പോൾ ഡീസൽ അതിനെ കൊണ്ട് മൈലേജ് ഒരു 18-20 ആ റേഞ്ചിൽ കിട്ടും. ലോൺ അവൈലബിൾ അല്ല, ലോൺ കിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് 1,95,000 കൊടുക്കാം. 1,95,000 2012 കംഫർട്ട് ലൈൻ ഡീസൽ 1,45,000 കിലോമീറ്റർ ഓടിയ വെൻഡോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അതിൻ്റെ അകത്ത് മേജർ സർവീസും കാര്യങ്ങളും ഒക്കെ കമ്പനിയിൽ ചെയ്താണ്. 1,20,000 മേജർ സർവീസ് ചെയ്താണ്. ഇഞ്ചക്ടർ സാധനങ്ങളെല്ലാം ഓക്കെയാണ്. വാണിംഗ് ലൈറ്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റും ഇല്ല. എക്സലന്റ് കണ്ടീഷൻ വണ്ടി, അത് ക്ലീൻ വണ്ടി അല്ല? ആ മോഡലിന്റെ വഴക്കം കൊണ്ടാണ് ഇത് കിട്ടൂല, ലോൺ കിട്ടൂല. അത്രേ ഉള്ളൂ. ഇവിടെയും പിന്നെ ജംഷീഖിന്റെ അടുത്തുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ഞാൻ കാര്യമായിട്ട് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല, അല്ല ഇവർ തന്നെ പറഞ്ഞോളും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഇന്നോവയാണ്. നല്ലൊരു ബ്ലാക്ക് കളർ ഒറിജിനൽ ഷേപ്പ് ഇന്നോവ. KL11 റിയായതാ? 2016 റിയായതാണ് അല്ലേ? സാധാരണ ഇന്നോവ ഒന്നും ഇവിടെ അങ്ങനെ കാണാത്തൊരു സെഗ്മെന്റ് ആണ്. ഇന്നോവ ഉണ്ടാവലുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അടക്കമുള്ള ഒരു ഇന്നോവ ഒക്കെ ഉണ്ടാവലുണ്ട്. ഇങ്ങനത്തെ ഒറിജിനൽ ഷേപ്പ് തന്നെ അധികം കാണാറ്. ഒറിജിനൽ ഷേപ്പ് അധികം ഉണ്ടാവില്ല, എല്ലാം മിക്കവാറും ഫ്രണ്ട് തട്ടി മാറിയിട്ടുണ്ടോ. ഇത് ഒറിജിനൽ ഷേപ്പാണ്. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ 2006 ഇന്നോവ G4 ആണ്. G4 AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ബാക്ക് AC കൂടെ വരും. റിയർ
ട്രിപ്പിൾ ഡോർ AC വരും. ഓക്കെ. പിന്നെ ഒരു ടച്ച് സ്ക്രീനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വർഷം റിന്യൂവൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ റിന്യൂവൽ എടുത്തിട്ടാണ് കൊടുക്കുക. പുതിയ ടാക്സ്, ഇൻഷുറൻസ് ഓൾറെഡി പുതിയതാണ്, പിന്നെ റിന്യൂവൽ എടുത്ത് കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പ്ലസ് 5 years പേപ്പർ ഉണ്ടാവും. നോക്കണം. ഇത് ഓണർഷിപ്പ് സിംഗിൾ ആണ്. എനിക്ക് തോന്നുന്നു പുറത്തും ഇവിടെ ഒരാൾ തന്നെ ഉപയോഗിച്ചതാണ്. RC സിംഗിൾ ഓണറാണുള്ളത്. പിന്നെ കിലോമീറ്റർ 1,60,000 മീറ്ററിലുള്ളത്. മിക്കവാറും കറക്റ്റ് ആയിരിക്കും. നമ്മളത് ഉറപ്പിച്ച് പറയണ്ട. സിംഗിൾ ഓണർ ഉപയോഗിച്ചാൽ ഹിസ്റ്ററി എടുക്കണമെങ്കിൽ എടുത്തോട്ടെ. പിന്നെ വേറെ ടയർസും എല്ലാ ഭാഗങ്ങളും ഗുഡാണ്. കാരണം റിന്യൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് പെയിന്റിങ് കാര്യങ്ങൾ എല്ലാം ചെയ്താണ്. ടയർസും ഒക്കെയാണ്. നമ്പർ പ്ലേറ്റ് റിന്യൂവൽ എടുക്കാൻ എല്ലാ സാധനവും വർക്കിംഗ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമ്മള് ഇതിലിപ്പോ ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞതാ. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. സെപ്റ്റംബറിലാണ് റിന്യൂവൽ വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് പുതിയ റിന്യൂവൽ എടുത്തിട്ട് 2,90,000 രൂപക്ക് തരാം. അല്ലെങ്കിൽ റിന്യൂവൽ എടുക്കേണ്ട ചാർജ് വേണമെങ്കിൽ എന്ന് വെച്ചാൽ റിന്യൂവലിന് ഫീസ് അടയ്ക്കുന്ന പൈസ മാത്രം ഉണ്ടാവും. അത് കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. കാരണം സെപ്റ്റംബർ വരെ പേപ്പർ ഉണ്ട്. ഫീസ് ഏകദേശം 13,000 വേണം. 13,000 അല്ലേ? ഓക്കെ. ഫീസ് 13,000, 16,000 രൂപ ടാക്സ് അടച്ച് ഇൻഷുറൻസ് 9,000 ചിലുണ്ട്, അത് അടച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2007 വണ്ടി ചിലപ്പോൾ ഇതിലും വില കുറച്ചിട്ട് കിട്ടുമായിരിക്കും. പക്ഷെ അതിനെന്താന്ന് വെച്ചാൽ ഈ ടാക്സ് റിന്യൂവല് ഇൻഷുറൻസും കൂടെ വരുമ്പോൾ ഏകദേശം ഒരു 40 ചില്ലാൻ രൂപ വരും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പൈസക്ക് കിട്ടുന്നത്. പിന്നെ പെയിന്റ് അടിക്കാനുണ്ടോ അതെല്ലാം ഉണ്ടോ? ഇതിനൊന്നും വർക്കുകളൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ പോകും. കാരണം ഈ ഷേപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. വണ്ടീന്റെ മുകളിൽ ഗുഡാണ്. മൈലേജ് ഒരു 12 മുതൽ ഒരു 13 വരെ, അതാണ് ഇതിനൊരു മൈലേജ് കിട്ടുക. ഇത് 7 സീറ്റർ ആണ് കേട്ടോ. 8 അല്ല, 7 ആണ്. നടുവില് സർവീസ് കോസ്റ്റ് ഒരു 4-5 രൂപ ആ റേഞ്ചിൽ ചെയ്യാം. വേറെ ലോൺ കിട്ടില്ല. 2006 കൊണ്ട് ലോൺ കിട്ടില്ല. അപ്പൊ അടുത്ത വണ്ടിയിലേക്കോ? അടുത്ത വണ്ടി ഏതാ? അടുത്ത വണ്ടി ഒരു ക്രെറ്റ. അപ്പൊ ക്രെറ്റ KL 7 രജിസ്ട്രേഷൻ വാഹനമാണ്. എറണാകുളം വണ്ടി. അതെ. ഒരു വെറൈറ്റി കളറല്ലേ? അതൊരു നാർഡോ ഗ്രേ പോലത്തെ ഒരു കളറാണ്. ഫസ്റ്റില് കുറച്ച് വണ്ടികളാണ് ഈ കളറിൽ ഇറങ്ങിയത്. ഇതിപ്പോഴത്തെ ട്രെൻഡ് കളറാണ്. ഇപ്പൊ നമ്മള് പുതിയ പഞ്ചിലും താറിലൊക്കെ ഇറങ്ങുന്ന ആ ഒരു കളറാണ്. നാർഡോ ഗ്രേ പോലത്തെ ഒരു കളറാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് സൈഡിലെ ക്ലാഡിങ്ങും ഫ്രണ്ടിലെ ക്ലാഡിങ്ങും ഒക്കെ ബ്ലാക്ക് ആണ് വരിക. അതടക്കം നാർഡോ ഗ്രേ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 2015 ഡിസംബർ ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ 1,78,000 ഓടിയിട്ടുണ്ട്. അത് ഫുൾ കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. മൈലേജ് ഒരു ടൗണിൽ ഒരു 12, ഹൈവേയിൽ ഒരു 15 ആണ് ഇതിന് കിട്ടുക. ഡീസലാണ്. പിന്നെ വേറെ ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ആ മൈലേജ്. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 8 മുതൽ 11 വരെ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഇത് ടോർക്ക് കൺവേർട്ടർ അതിനെ കൊണ്ട് കയറ്റത്തിന്റെ മുകളിൽ ഹോൾഡ് ചെയ്യും. ലേഡീസിനെ കൊണ്ടുനടക്കാനൊക്കെ നല്ല വണ്ടിയാണ്. വേറെ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഗുഡാണ്. ഈ വണ്ടീന്റെ റേറ്റ് വരുന്നത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 6.25 ലക്ഷം രൂപ കൊടുക്കാം. 6,25,000 രൂപയ്ക്ക് 2015 ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ പറഞ്ഞില്ല നമ്മള്. ഓപ്ഷൻ അത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. SX എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ തന്നെ. അതിൽ മറ്റേ നാവിഗേഷൻ സ്റ്റീരിയോ മറ്റേ ഇതൊക്കെ വരുന്നതാ. ഡേ ലൈറ്റ് റണ്ണിംഗ് ലാമ്പും പ്രൊജക്ടർ ലാമ്പും ഏറ്റവും ഫുൾ ഓപ്ഷൻ. അപ്പോൾ 6.25 മാനുവൽ വണ്ടിന്റെ പ്രൈസിനാണ് ഓട്ടോമാറ്റിക് കൊടുക്കുന്നത്. കുറച്ചൊരു ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? 1,78,000 സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം നോക്കാം. ഇതിന് ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ വരെ ലോണും കിട്ടുന്നുണ്ട്. സർവീസ് കോസ്റ്റ് ഒരു 5 രൂപ വരും. 5,000-6,000 ആ റേഞ്ചിൽ കമ്പനി സർവീസ് ചെയ്യും. ഓക്കെ. പിന്നെ എന്താ വെച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബർ നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ച്, പിന്നെ ഒരു വണ്ടി സാധാരണ എത്ര കിലോമീറ്റർ ഒക്കെ ഓടും വണ്ടികൾ എടുക്കുമ്പോൾ? അപ്പൊ ഞാൻ എന്റെ കൺമുന്നിൽ തന്നെ ഒരു 3.5 ലക്ഷം ഓടിയ ഡീസൽ റിറ്റ്സ് കണ്ടിട്ടുണ്ട്. എന്റെ കൺമുന്നിൽ ഒരു 3 to 4 ലക്ഷം കിലോമീറ്റർ വരെ ഓടി വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. അതാ പറഞ്ഞത്. അത്ര വരെ ഓടും. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ അത്രയൊക്കെ ഓടും. കറക്റ്റ് ഓടും. അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ. ഓക്കെ. അപ്പോൾ ചില വില കുറവ് കണ്ടിട്ട് എടുക്കാൻ പേടിയുണ്ടാവും. 1.5 ലക്ഷം ഒക്കെ ഓടിയില്ലേ, പണി കിട്ടുമോ? പക്ഷെ ഒരു വേറൊരു കാര്യമുണ്ട്. ഒരുവിധം ഡീസൽ വണ്ടിയൊക്കെ ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ എന്തായാലും ഇത്ര ഓടിയിട്ടുണ്ടാവും. ഏകദേശം ഒരു 20-15 ഒക്കെ വെച്ചിട്ട് ഒരു കൊല്ലം ഓടും. അപ്പോഴാണ് ഇഞ്ചക്ടറും സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഓടാത്ത ഡീസൽ വണ്ടിയാണ് കഴിയുന്നതും എന്റെ അഭിപ്രായത്തിൽ എടുക്കാതിരിക്കുക. ഓടണം. ഡീസൽ വണ്ടി അടിച്ചാൽ ഓടണം. കറക്റ്റ് സർവീസും കറക്റ്റ് വേണം. അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോകാം. ലോൺ കയറുമല്ലേ? ലോൺ ഒരു 5.5 ലക്ഷം രൂപ വരെ ചെയ്യാം. 6.25 5.5 വരെ ചെയ്യാം. അടുത്തത് ഹോണ്ട സിറ്റി KL 21 നെടുമങ്ങാട് രജിസ്ട്രേഷൻ ആണ്, തിരുവനന്തപുരം.
അടിപൊളി കളറുമാണ് അല്ലേ? അതെ ഇത് 2015 സിറ്റി ഡീസൽ മാനുവൽ ആണ്. ബി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. കിലോമീറ്റർ 1,65,000 ഓടിയിട്ടുണ്ട്. അതിൽ 140 വരെ കമ്പനി സർവീസ് ഉണ്ട്. മൈലേജ് ഒരു 20 to 23 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർസും കാര്യങ്ങളെല്ലാം ഗുഡാണ്. റേറ്റ് വന്നിട്ട് ഇത് നമുക്കൊരു 4,65,000 രൂപ കൊടുക്കാം. ഏകദേശം 4 ലക്ഷം രൂപ ലോൺ ചെയ്യാം. സർവീസ് കോസ്റ്റ് ഒരു 5,000 ആ റേഞ്ചിൽ സർവീസ് കോസ്റ്റ്. മൈലേജ് ഉണ്ടാവും 18-20 റേഞ്ച് മൈലേജ് 18-20 അല്ല 20 മുകളിൽ ടൗണിൽ തന്നെ 18 കിട്ടും. ബാക്കി ലോങ്ങിലൊക്കെ അതിന്റെ മോള് മൈലേജ് കിട്ടും. ഗുഡ് കണ്ടീഷൻ ആണ്. വേറെ കംപ്ലൈന്റ് ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. ബി എൽ ഓപ്ഷൻ പറഞ്ഞാൽ ബി ഓപ്ഷൻ. സൺറൂഫ് ഉണ്ടാവില്ല. സൺറൂഫ് ഉണ്ടാവില്ല. അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുഷ്പട്ടം വരില്ല. പുഷ്പട്ടത്തിൽ പുഷ്പട്ടൻ ഉണ്ട്, അന്ന് പുഷ്പട്ടൻ ഇല്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു സെഡാൻ, അത്യാവശ്യം മൈലേജ് കൊണ്ടു നടക്കാം. മെയിൻ്റെനൻസ് കുറഞ്ഞ് കൊണ്ടു നടക്കണമെങ്കിൽ എടുക്കാൻ പറ്റിയ സെഡാൻ. പെട്രോൾ വണ്ടി, പെട്രോൾ സിറ്റിന്റെ പ്രൈസിന് ഡീസൽ സിറ്റി ഉള്ളൂ. ഡീസൽ സിറ്റി. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടാവും വിളിച്ചോ. അടുത്ത വണ്ടി ഹ്യുണ്ടായ് i10 ആണ് അടുത്തത്. KL 38 രജിസ്ട്രേഷൻ. ഏതാ മോഡൽ? ഇത് 12 ജൂണാണ് വണ്ടി. അപ്പോൾ അടുത്ത വർഷം ജൂണിൽ റിന്യൂവൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് i10 സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ്, 4 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ്. ഓക്കെ, കിലോമീറ്ററും കുറച്ച് ഓടിയിട്ടുള്ളൂ. 75,000 ഓടിയിട്ടുള്ളൂ. എന്നാൽ 50 സംതിങ് വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് തേർഡ് ആണ്. തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ കിലോമീറ്റർ ജനുവൻ 50 വരെ സർവീസ് ഉള്ള വണ്ടിയാണ്. എന്നാൽ വണ്ടി വളരെ ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർസ് 4 പുതിയതാണ്. ബോഡി കണ്ടീഷൻ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയത്. അതിൽ കസ്റ്റമർ ആൻഡ്രോയിഡ് സ്ക്രീനും റിവേഴ്സ് ക്യാമറ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത ചെയ്ത് കുറച്ചും കൂടി പവർഫുൾ ഓട്ടോമാറ്റിക് ഒരു ചെറിയ സെഗ്മെന്റ് അല്ല, അങ്ങനത്തെ ഒരു കാറാണ്. മൈലേജ് കുറവായിരിക്കും. 10 ഒക്കെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഒരു ടൗണിൽ 12 വരെ മാക്സിമം. ഹൈവേയിൽ ഒരു 13, ടൗണിൽ ഒരു 10 ആ റേഞ്ചിലായിരിക്കും കിട്ടുക. പക്ഷെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത്രയും സിമ്പിൾ ആയിരിക്കും ഓടിക്കാൻ. കാരണം ഇത് മറ്റേ ഹിൽ ഹോൾഡ് ഉള്ളതിനെ കൊണ്ട് എത്ര വലിയ കയറ്റത്തിന്റെ മുകളിൽ വണ്ടി വെച്ചാലും അത് അവിടെ ഇറങ്ങി പോരില്ല. അതുകൊണ്ട് ലേഡീസിന് അത് ഓടിക്കാൻ സൂപ്പർ കംഫർട്ടബിൾ ആയിരിക്കും. ബിഗിനേഴ്സിനും നല്ലതായിരിക്കും. പ്രൈസിങ് എങ്ങനെയാ? പ്രൈസിങ് ഓഫർ പ്രൈസ് ആയിട്ട് 1,95,000 രൂപ കൊടുക്കാം. 1,95,000 ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓപ്ഷൻ ആണ് കിട്ടുന്നത് നിങ്ങൾക്ക്. ഒരു പണി എടുക്കാനില്ല. എലോയിലും റിവേഴ്സ് ക്യാമറയും എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല നീറ്റുമാണ് വണ്ടി കാണാൻ. 12 കണ്ടാൽ പറയില്ല, അത്രയും നീറ്റാണ്. ഈ റിന്യൂവൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഒരു പൈസ പോലും കയറേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം പെർഫെക്റ്റ് ആണ് വണ്ടി. നേരെ കൊണ്ടുപോവാ, പേപ്പർ സബ്മിറ്റ് ചെയ്യാം. അടുത്ത വർഷമാണ് റിന്യൂവൽ വരുന്നത്, ഈ വർഷമല്ല. പിന്നെ ഇത് ഫസ്റ്റ് റിന്യൂവൽ ആയതിനെ കൊണ്ട് അധികം പൈസ ആവില്ല. 13,000 സംതിങ്ങേ വരുള്ളൂ. സെക്കൻഡ് റിന്യൂവലിനാണ് ഈ റേറ്റ് കൂടുതൽ. ഫസ്റ്റ് റിന്യൂവൽ ആയതിനെ കൊണ്ട് ചെറിയ പൈസ ചെയ്യാം. അടുത്തത് ഫോക്സ് വാഗൺ തന്നെ എമിയോ ആണ്. പോളോന്റെ സെഡാൻ കാറ്റഗറിയാണ്. KL 3 രജിസ്ട്രേഷൻ. ഏതാ മോഡൽ? ഇത് 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ, 1.2 പെട്രോൾ മാനുവൽ. സെയിം തന്നെയാണ് പോളോയിൽ വരുന്ന എല്ലാം സെയിം തന്നെയാണ്. ബാക്കിലൊരു ഡിക്കിങ് കൂടെ ഉണ്ടാവുന്ന ഡിക്കി കൂടും, ബാക്കിയെല്ലാം സെയിം തന്നെയായിരുന്നു. പിന്നെ അതിൽ വ്യത്യാസം വരുന്നത് പ്രൈസിലാണ്. പ്രൈസ് കുറവുണ്ടോ? പോളോനെ കമ്പയർ ചെയ്ത് മാർക്കറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ പ്രൈസ് ഇതിൽ കിട്ടും. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഹൈലൈൻ അതിനെ കൊണ്ട് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഡ്യുവൽ എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ, അലോയ് വീല്. 16 പ്ലസ് ഉണ്ടോ? ഇല്ല 16 ഹൈലൈൻ വരുള്ളൂ. 16-17 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 16-17 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. കിലോമീറ്റർ 75,000 ആണ്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങളൊന്നും. പ്രൈസിങ് എങ്ങനെയാ? ഇത് പ്രൈസ് വന്നിട്ട് 2,95,000 കൊടുക്കാം. 2,95,000 രൂപയ്ക്ക് 1.2 പെട്രോൾ മാനുവൽ ഫുൾ ഓപ്ഷൻ എമിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 16 മോഡൽ, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓൺഷിപ്പ്. അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2.5 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാം. പിന്നെ ചെറിയ എമൗണ്ടിൽ ഇറക്കാം. ഓക്കെ, മൈലേജ് ഒരു ഹൈവേയിൽ ഒരു 16 ഒക്കെ കിട്ടും. ടൗണിൽ ഒരു 12-13. നമ്മളെ സാധാരണ പെട്രോൾ വണ്ടിയില്ല, അത്ര 1.2 അതിനെ കൊണ്ട് തെറ്റില്ലാത്ത മൈലേജ്. പോളോ ആയതുകൊണ്ട് അധികം കത്തിക്കാണ്ടെന്നാ മതി, അധികം റേസ് ചെയ്ത് കാര്യണ്ട. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഇന്നത്തെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ വണ്ടി അല്ലേ? 2 സെയിം വണ്ടി തന്നെ ഉണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക് ആണ്, ഒന്ന് മാനുവലാണ്. ഫൈഡബ്ലോ KL 18 രജിസ്ട്രേഷൻ ആണ്. വടകര, കോഴിക്കോട് ജില്ലയാണ്. ഏതാ മോഡല്? ഇത് 2016 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് 2024 നമ്പറായ വണ്ടിയാണ്. ഇത് W6 ഓട്ടോമാറ്റിക് ആണ്. W6 അതായത് ബേസ് മോഡൽ. അല്ല, ഓട്ടോമാറ്റിക്കല് ബേസ് മോഡലാണ്. ഓട്ടോമാറ്റിക്കൽ ബേസ് അല്ല, ഓട്ടോമാറ്റിക് W4 വരുന്നില്ല. അതിൽ ബേസ് മോഡലാന്ന് പറഞ്ഞാലും എല്ലാ സാധനങ്ങളും വരും. ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പിന്നെ റിയർ AC, ക്രൂസ് കൺട്രോള്, റിവേഴ്സ് ക്യാമറ, സ്റ്റീരിയോയിൽ ആൻഡ്രോയിഡ് ഓട്ടോ. 16 ഫുള്ള് W8 വരെ ഉള്ളൂ. അല്ലല്ല, W10 ഉണ്ട്. 16 വന്നിട്ടുണ്ട് അല്ലേ? 15 ശേഷം W10 ഉണ്ട്. W10 സൺറൂഫ് വരും. W8 ആകുമ്പോൾ എയർ ബാഗിന് എണ്ണം കൂടും. 8 എയർ ബാഗ് വരും. പിന്നെ അലോയ് വീല് വരും. അങ്ങനെ വരാം.
പക്ഷെ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതിൽ അലോയും ഉണ്ടാവില്ല. മിസ് ഔട്ട് ആവുന്നത് അലോയും എയർ ബാഗിന്റെ എണ്ണമാണ് മിസ് ഔട്ട് ആവുക. ഓക്കെ. പിന്നെ റീ ആയി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. ഇല്ല, റിയ ഓൾറെഡി ആയി കഴിഞ്ഞതാണ്. ഒന്നും കിലോമീറ്റർ 1,25,000 ഓടിയിട്ടുണ്ട്. കിലോമീറ്ററും ജെന്യൂൻ ആണ്. അത് ഏകദേശം കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 1,10, 1,20 വരെ തന്നെ കമ്പനി സർവീസും ഉണ്ട്. വേറെ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഗുഡാണ്. വേറെ ഒന്നും കുറ്റമൊന്നും പറയാനില്ല, നല്ല വണ്ടിയാണ്. ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരിക, 6 സ്പീഡ്. റേറ്റ് വന്നിട്ട് നമുക്ക് 5.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. മൈലേജ് ഏകദേശം ഒരു ടൗണിലൊരു 11 അതൊക്കെ കിട്ടുക. ഹൈവേയിൽ ഒരു 13, 14 ആ റേഞ്ചിലാണ്. 5.25 ലക്ഷത്തിനാണ് ഡീസൽ ഓട്ടോമാറ്റിക്. അത് നല്ല ചാൻസ് റേറ്റ് എനിക്ക് തോന്നുന്നു. ലോൺ കയറൂലേ? ലോൺ ഒരു 5 രൂപ പറഞ്ഞാൽ മതി. ഫുൾ ലോൺ പറയണ്ട. അല്ല പറയണ്ട, കേറും എന്തായാലും വണ്ടിക്ക്. കേറുണ്ടാവും, ഫുൾ ലോൺ പറയണ്ട. ഇനി അഥവാ കയറിയിട്ടില്ലെങ്കിൽ പിന്നെ ആൾക്കാർ നമ്മളെ കുറ്റം പറയും. 5,75,000 രൂപയ്ക്ക് 2016 ഡീസൽ ഓട്ടോമാറ്റിക് ഈ ഒരു XU500 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ നല്ലൊരു ചാൻസ് റേറ്റ് ആണ്. പെട്ടെന്ന് തന്നെ വിളിച്ചോ. സർവീസ് കോസ്റ്റും ഒരു കമ്പനി കാണിച്ചാൽ 10 ആ റേഞ്ചിലേ വരുള്ളൂ. നമ്മൾ നേരത്തെ ഇന്നോവയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പോകാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണിത്. ഫോർഡിന്റെ ഫിയസ്റ്റ, ഒരു സ്പെഷ്യൽ എഡിഷൻ ഐറ്റമാണ്. KL58 തലശ്ശേരി വണ്ടി. അതെ, കളക്ടേഴ്സ് ഐറ്റം എന്ന് പറയാം. കാരണം ഇത് 1.6S എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഒരു 100-150 വണ്ടിയാണ് ഇന്ത്യയിൽ ഇറങ്ങിയത്. അപ്പോൾ വെരി വെരി റയർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇത് സ്പോർട്സ് പറഞ്ഞ വേരിയന്റ് ആണ്. 1.6 അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 പവറിന്റെ സെൻട്രൽ ലോക്ക്, ഡ്യുവൽ എയർ ബാഗ്, ABS അത് വരും. ഫീച്ചേഴ്സ് ആണ് വരിക. പക്ഷെ അതിൽ കുറെ സാധനങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഈ സൈഡിൽ സ്കേർട്ടുകളൊക്കെ വരും. അതേപോലെ ബാക്കിൽ ഒരു സ്പോയിലർ വരുന്നുണ്ട്. അലോയ് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ECM ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? അല്ല, ഇത് തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. കിലോമീറ്റർ 50,000 ആണുള്ളത്. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. പക്ഷെ ഇത് 2009 വണ്ടിയാണ്. ഫുൾ കോട്ട് പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ് റിന്യൂവൽ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒക്കെ റീഫർബിഷ് ചെയ്ത വണ്ടിയാണ്. കാരണം കംപ്ലീറ്റ്ലി ഒന്നും ചെയ്യാനില്ല, ചെയ്തിട്ട് ചെയ്താണ്. റിന്യൂവൽ എപ്പോഴാ കഴിഞ്ഞു? ഇനി 29 വരാം. 24 എടുത്ത്, സോറി 29. ഉണ്ട്. ഇതൊന്നും റിന്യൂവൽ എടുക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്രയും വണ്ടി എല്ലാ കാര്യങ്ങളും എല്ലാ ടയർസ് ഒക്കെ പുതിയതാണ്. ഓക്കെ. ഇത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു വണ്ടി ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന 6 ലക്ഷം രൂപയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഇത് നമുക്കൊരു 3.25 കൊടുക്കാം. പക്ഷെ ഇത് പക്ക കളക്ടേഴ്സ് ഐറ്റം ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പം ചില ആൾക്കാർ പറയും ഇതിന് റേറ്റ് കൂടുതലാണ്. അങ്ങനെ ഉള്ള ഒരാൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇത് നമ്മളൊരു സ്ഥലത്ത് പോയാൽ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു അങ്ങനെ വണ്ടി നോക്കുന്നവർക്ക് വേണ്ടി മാത്രം കാണിക്കുന്ന ഐറ്റമാണ്. കാരണം ബാക്കിന്റെ വണ്ടിന്റെ വില വെച്ചിട്ട് ഇത് അങ്ങനെയുള്ള ഒരു വണ്ടിയാണ്. അതിൽ ഇത് റേറ്റ് കുറവാണ്. കളക്ടേഴ്സ് ഐറ്റംസിൽ നോക്കുമ്പോൾ ഇത് റേറ്റ് കുറവാണ്. അത് ഒറിജിനൽ കേരള വണ്ടിയാണ്, റീ രജിസ്ട്രേഷനും അല്ല. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് i10 ഗ്രാൻഡ് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. അതെ, ഏതാ മോഡൽ? ഇത് 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ. കിലോമീറ്റർ വന്നിട്ട് 75,000. ഇത് ഗ്രാൻഡ് ആയിട്ട് ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് മാഗ്ന. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഒരു എയർ ബാഗ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവില്ല. 17 വണ്ടിയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ, സ്റ്റീരിയോ ഉണ്ടാവില്ല. 17 വണ്ടിയിൽ ഉണ്ടാവില്ല. ഇല്ല. അപ്പോൾ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. പെയിന്റ് ടച്ചപ്പ് ഒക്കെ കുറച്ചൊക്കെ ഉണ്ട്. വേറെ കുറ്റം പറയാനുള്ളതായിട്ടൊന്നുമില്ല. ഓക്കെ, മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല. ഫസ്റ്റ് നമ്മളൊരു i10 ഓട്ടോമാറ്റിക് കണ്ടു. ഇത് ഗ്രാൻഡ് ഓട്ടോമാറ്റിക് ആണ്. ഗ്രാൻഡ് ഓട്ടോമാറ്റിക്. അതിൽ സെയിം തന്നെ നമ്മളെ മറ്റേ നേരത്തെ പറഞ്ഞ i10 വരുന്ന സെയിം ഗിയർ ബോക്സ് ആണ്. 4 സ്പീഡ് ഗിയർ ബോക്സ് തന്നെ വരിക. മൈലേജും സെയിം തന്നെ വരിക. ഒരു ഇഞ്ചിനും ഒക്കെ സെയിം തന്നെ. ബോഡി മാത്രം വ്യത്യാസം ഉണ്ടെന്നാണ്. ഒരു 10 മുതൽ 12 വരെ മൈലേജ് കിട്ടും. പ്രൈസിങ് വന്നിട്ട് നമുക്ക് 3.75 കൊടുക്കാം. 3,75,000 17 ഓട്ടോമാറ്റിക്. 75,000 കിലോമീറ്റർ ഓടി. അതിന് ഏകദേശം ഒരു 3.25 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു സെമി പ്രീമിയം സെഗ്മെന്റ് അല്ലേ, കോമ്പാക്ട് SUV ആണ്. ടിഗ്വാൻ ആണ്. ഏതാ മോഡൽ? ഇത് 2017 ഡിസംബർ ടിഗ്വാൻ. ടിഗ്വാൻ എന്ന് വെച്ചാൽ ഡീസലാണ് വരിക. ആ ടൈമിൽ വന്നത് ഡീസലാണ്. 20-ന് ശേഷമാണ് പെട്രോൾ വരുന്നത്. 2 ലിറ്റർ TDI ആണ്. DQ500 എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് വരിക. 7 സ്പീഡ് ഗിയർ ബോക്സ് അതിൽ വരുന്നത്. ഇതതിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ഹൈലൈൻ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതിൽ പാനോറമിക് സൺറൂഫ്, മറ്റേ ബൂട്ട് നമ്മൾ കാലുകൊണ്ടിങ്ങനെ ആക്കിയാൽ ബൂട്ട് ഓപ്പൺ. അത് കാണിച്ചു തരാം. പിന്നെ അതിൽ
ബാക്കി നോർമൽ വണ്ടിയിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഇതിപ്പോ നമ്മൾ Q3 വെച്ചേക്കാണ്. Q3ന്റെ മേലത്തെ കാറ്റഗറി ആണോ അതോ സെയിം ആണോ? ഓൾമോസ്റ്റ് അതേ കാറ്റഗറി വരും. അത് മറ്റേ ഓൾ വീൽ ഡ്രൈവ് വരാം. നമുക്ക് മോഡുകൾ ഉണ്ടാവും. മറ്റേ വെറ്റ്, ഡ്രൈ, സാൻഡ്, 4 വീലും വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ 4 വീൽ ഡ്രൈവ് തന്നെ അത്. അതിൽ Q3 കോട്രോ എന്ന് പറഞ്ഞ ആ ഒരു വേരിയന്റ് വരുന്നുണ്ടല്ലോ, അതിന്റെ സെയിം തന്നെ വരും. സെയിം സാധനം തന്നെ. എല്ലാം ഒരേ കമ്പനികൾ തന്നെയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ്. വേറെ വേറെ ബോഡി ഷെല്ലിൽ എങ്ങനെ ഇറങ്ങുന്നുണ്ട്. ബോഡി ആയാലും ഫോക്സ്വാഗൺ ആയാലും സ്കോഡ ആയാലും എല്ലാം. ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു Q3 സർവീസ് ചെയ്യണമെങ്കിൽ വലിയൊരു പൈസ വരും. ഇത് നമുക്ക് വോൾസ്വാഗണിൽ തന്നെ കൊടുത്തിട്ട് ചെറിയ പൈസക്ക് സർവീസ് ചെയ്യാം. ആ ഒരു ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് ഒരു 20 ഒക്കെ വരും സർവീസിന് വരും. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് 1.55 ഓടിയിട്ടുണ്ട് വണ്ടി. 1.45 ഇതിന്റെ ഗിയർ ബോക്സിന്റെ മെക്കട്രോണിക്സ് മാറിയിട്ടുണ്ട്. അത് 2.5 ലക്ഷം രൂപ കൊടുത്തിട്ട് മാറിയിട്ടുണ്ട്. അതിന് ഇനി ഒരു 1.5 വർഷം കൂടെ വാറണ്ടി ബാക്കിയുണ്ട്. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഈ വണ്ടിയിൽ. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് വരുന്നത്. ഇപ്പം ഒരു ഓട്ടോമാറ്റിക് വണ്ടിന്റെ അതിന്റെ മെക്കട്രോണിക്സ് ആണ്. അത് കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അത് സർവീസ് ഹിസ്റ്ററിയിലും ഉണ്ട്. ഓക്കെ. പിന്നെ അതിന്റെ അകത്ത് മേജർ സർവീസ് ആയിട്ട് ടൈമിംഗ് ബെൽറ്റ് സാധനങ്ങൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്, ഒരു സർവീസ് പോലും മിസ്സാവാതെ അത്രയും വെരി വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്പർ ഫാൻസി നമ്പറാണ്, 2 ഡിജിറ്റ് നമ്പറാണ്. നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല. ഹിസ്റ്ററി എടുക്കേണ്ട ഒരു ഹിസ്റ്ററി എടുക്കാം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ മൈലേജ് ആണ്. ഹൈവേയിൽ അറൗണ്ട് 18 കിട്ടും. അത് ഒരുവിധം എല്ലാ 2 ലിറ്റർ TDI ഈ ഓഡി വോൾസ്വാഗൺ വണ്ടിക്ക് കിട്ടും. ആ സെയിം മൈലേജിന് കിട്ടും. ഒരു ടൗണിൽ ഒരു 12-13 കിട്ടും. ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ പ്രൈസിങ് ഇനി അതറിയണ്ടേ? പ്രൈസിങ് നമുക്ക് ഒരു നല്ല ഓഫർ പ്രൈസ് ആയിട്ട് 10,90,000 രൂപ കൊടുക്കും. 10,95,000 അത് ടിഗ്വാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നമുക്ക് ടൈഗൂണിന്റെ പ്രൈസിൽ നമുക്ക് ടിഗ്വാൻ ഓട്ടോമാറ്റിക് ഡീസൽ കൊടുക്കാം. അതിൻ്റെയൊക്കെ മേലെ വരുന്ന കാറ്റഗറിയാണ്. നല്ല വില വ്യത്യാസം വരുന്ന വണ്ടി. ഏകദേശം 40 ലക്ഷം രൂപ പുതിയ വണ്ടിക്ക് വില വരുന്നതാണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. അതിന്റെ ഹൈലൈന് വേരിയന്റ് ആണ്. 40 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിന്റെ ഒരു 1/4 ഓഫ് ദ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രൈസ് എന്ന് വെച്ചാൽ ഓട്ടം പോയി, അത് സത്യം തന്നെയാണ്. പക്ഷെ അവിടെ ഗിയർ ബോക്സിന്റെ മെക്കാട്രോണിക്സ് മാറിയിട്ടുണ്ട്. അതിന് വാറണ്ടി ഉണ്ട്. ഇനി 1.5 വാറണ്ടി ഉണ്ട്. കറക്റ്റ് സർവീസ് ചെയ്യണം. ഇപ്പൊ സർവീസ് ചെയ്യാനായിട്ടുണ്ട് കമ്പനിയിൽ നിന്ന്. ആ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി ഇങ്ങനെ സെപ്റ്റംബർ 2025 ഗിയർ ബോക്സ് മാറിയത്. ലോൺ എത്ര കിട്ടും? ഒരു 8 ലക്ഷം കിട്ടും. ലോൺ ഏകദേശം 10 ലക്ഷം രൂപ കിട്ടും. ലോൺ ഓൾമോസ്റ്റ് ഫുൾ തന്നെ കിട്ടും. കാരണം അതിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് അത്രയും വില കുറച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. പണ്ട് ഫിയറ്റ് കുറെ വണ്ടികൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഫോക്സ്വാഗൺ ആണ് കൂടുതൽ. ഫോക്സ്വാഗൺ 4ാമത്തെ വണ്ടിയാണിത്. KL 55 രജിസ്ട്രേഷൻ, പോളോ ആണ്. റിയ 2013 റീ വണ്ടിയത്. ഓക്കെ. 2013 മാർച്ച് പോളോ ട്രെൻഡ് ലൈൻ ആണ്. 28 മാർച്ച് വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മെക്കാനിക്കലിയൊക്കെ ഫിറ്റ് ആണ്. ഡീസൽ ആയിരിക്കുമല്ലോ? ഡീസലാണ്. ഞങ്ങൾ ഇവിടുന്ന് ടൈമിംഗ് ബെൽറ്റ് ഞങ്ങൾ മാറിയത് ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ടൈമിംഗ് ബെൽറ്റും വാട്ടർ പമ്പും ഞങ്ങൾ മേടിച്ചതിന് ശേഷം മാറിയിട്ടുണ്ട്. ഇടുക്കിയിൽ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് മാറിയത്. വേറെ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഗുഡാണ്. വേറെ ഒരു കുറ്റം പറയാനില്ല. നിലവിലൊരു കുറ്റം പറയാനില്ല. കിലോമീറ്റർ 1,35,000 ജെന്യൂൻ ആവാനാ സാധ്യത. പ്രൈസിങ് എങ്ങനെയാ? ഇത് നമുക്കൊരു 1,90,000 കൊടുക്കാം. 2013 ഡീസൽ ട്രെൻഡ് ലൈൻ. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് അത്ര വരാം. എല്ലാം വർക്കിംഗ് എല്ലാം വർക്കിംഗ് ആണ്. 1.2 TDI ആണ് വരിക. 195 ആണ്. അതിൽ ലോണും ചെയ്യാം. 1,50,60 ലോണും ചെയ്യാം. ഓക്കെ. അപ്പോൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. മൈലേജും ഉണ്ടാവും. 22 ആ റേഞ്ചിന് മൈലേജും കിട്ടും. മൈലേജ് എല്ലാം കിട്ടും. ഓക്കെ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ, ലോണും കിട്ടുന്നുണ്ട് പോളോന്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഡാറ്റ്സൺ ഗോ ആണ് അടുത്തത്. KL 8 രജിസ്ട്രേഷൻ. അത് ഡാറ്റ്സൺ ഗോ T എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. 2014 കിലോമീറ്റർ 52,000 50,000 സർവീസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് ഓണർ ആണ്. പരിചയമുള്ള ഒരാളെ വണ്ടിയാണ്. 10,000 മൂപ്പര് സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. പക്ക വണ്ടിയാണ്. എല്ലാം നീറ്റാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് ഫൈനൽ പ്രൈസ് ആയിട്ട് 1,48,000 കൊടുക്കാം. അതിൽ ഏകദേശം മൈലേജ് ഒരു 12-15 തന്നെ റേഞ്ചിൽ കിട്ടണം മൈലേജ്. സർവീസ് കോസ്റ്റ് ഒരു 5,000-4,000 അറേഞ്ച് ചെയ്യാം. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. മൈക്രോന്റെ സെയിം ഇഞ്ചിൻ വരുന്നതാണ്. ലോൺ എത്ര കിട്ടും? ലോൺ കിട്ടും, പക്ഷെ ഒരു 80-90 ആ റേഞ്ചിൽ കിട്ടും. പക്ഷെ അത്യാവശ്യം കൊല്ലം കുറവായിരിക്കും അല്ലേ? കൊല്ലം കാര്യം ഉണ്ടാവില്ല ലോൺ എടുത്തിട്ട്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഹ്യുണ്ടായ് വെർണയാണ്. KL 7 രജിസ്ട്രേഷൻ. നമ്മളിപ്പോ ഒരു വർക്ക്ഷോപ്പിലാണ്, സർവീസിന് വന്നതാണ് പറഞ്ഞ. അപ്പൊ ഇതിന് സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ചെയ്തിട്ടാ കൊടുക്കാം. ഓക്കെ. എല്ലാം ക്ലിയർ ആക്കിയിട്ട് തരും. ഏതാ മോഡൽ ഇത്? 2018 പറഞ്ഞ EX പറഞ്ഞ വേരിയന്റ് ആണ്. 18 പുതിയ 17 ഫേസ് ലിഫ്റ്റ് ആയ വണ്ടിയാണ്. ഓക്കെ. 1.6 മേലല്ലേ?
EX അല്ലേ വരും EX അതിൽ ഇതിനകത്ത് ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം വരും. അതായത് മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരുള്ളൂ ഇതില്. മിറർ ഫോൾഡിംഗ് ഉണ്ടാവില്ല, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഡ്യുവൽ എയർ ബാഗ്, ABS, ഇലക്ട്രിക് ഫോൾഡബിൾ അല്ലാത്ത മിറേഴ്സ് വരും, മറ്റേ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരും, ക്ലൈമറ്റ് AC വരും. പിന്നെ എക്സ്ട്രാ എലോയ്സ് വിട്ടിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ വരും വണ്ടിയിൽ. റിവേഴ്സ് ക്യാമറ, സെൻസർ. ഏതാ ഡീസലോ പെട്രോളോ? ഡീസൽ എത്ര ഓടി? 1,65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 3rd ആണ്. നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 5,75,000 കൊടുക്കാം. 5,75,000 രൂപയ്ക്ക് 2017 ഡീസൽ 18 ഡീസൽ വർണ്ണം. 17 ഷേപ്പ് വന്നില്ല, 17 ഷേപ്പ്. 18 മോഡൽ ഡീസൽ വർണ്ണം ഉണ്ടോ? ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ കയറും. മൈലേജ് ഏകദേശം ഒരു 20 ആ റേഞ്ചിൽ കിട്ടും ചെയ്യും. എന്തായാലും കിട്ടും. ഓക്കെ, മാനുവൽ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസും ഉണ്ട്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വർക്ക്ഷോപ്പിൽ തന്നെയാണ് നമ്മളുള്ളത്. സർവീസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നത്. അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനവും XUV 500 ആണ്. KL11 രജിസ്ട്രേഷൻ വാഹനം. ഇത് 2015 വണ്ടിയാണ്. ഇത് W8 മാനുവൽ ഗിയർ ആണ്. ആദ്യം കാണിച്ച നമ്മൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് മാനുവൽ ആയതിനെ കൊണ്ട് ഇതിന് മൈലേജ് കുറച്ചുകൂടെ കിട്ടും. ടൗണിൽ തന്നെ ഒരു 12, ഹൈവേയിൽ ഞങ്ങൾ ഓടിച്ചിട്ട് ഒരു 15-16 വരെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഡ്രൈവിംഗ് നല്ല വൃത്തിക്ക് ഓടിച്ചാൽ അതിന് 18 വരെ കാണിക്കും. പക്ഷെ ഒരു 15-16 നമുക്ക് ഫിസിക്കലി കിട്ടും. ഇത് കിലോമീറ്റർ വന്നിട്ട് 1.40-1.5 ലക്ഷം ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. അതിൽ ഒരു 90% വരെ കമ്പനി സർവീസ് ഉണ്ട്. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി കേട്ടോ. ഇത് 15 ഷേപ്പ് അല്ല, 18 ഷേപ്പാണ്. അത് കമ്പനിയിൽ നിന്ന് ചെയ്താണ്. ചെറിയൊരു ക്ലെയിം ഇട്ടിട്ട് പഴയ കസ്റ്റമർ ചെയ്താണ്. കംപ്ലീറ്റ് സാധനങ്ങൾ മാറിയതാണ്. ക്ലെയിം വെറുതെ ഇട്ടതാണ്. അതിൽ എല്ലാ സാധനങ്ങളും മാറാനിട്ടാണ്. അപ്പം ബോണറ്റ് റീപ്ലേസ് ഉണ്ടാവും, 2 ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് ബമ്പർ. അതിൽ നോക്കിയാൽ മതി എന്തൊക്കെയാ ഫേസ് ലിഫ്റ്റിൽ വേണ്ടുന്ന സാധനങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് മാറി. അതിപ്പോ ഒന്നും ചെയ്തല്ല. എനിക്ക് തോന്നുന്നു 18-19 വണ്ടി ഇറങ്ങിയപ്പോൾ ആ ടൈമിൽ ചെയ്ത സമയത്ത്. പിന്നെ വേറെ പറയാനുള്ളത് ടയേഴ്സ് ഒക്കെ ഒരു ആവറേജ് കണ്ടീഷനുള്ള ടയേഴ്സ് ആണുള്ളത്. തെറ്റില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് ഒക്ടോബർ വരെ ഉണ്ട്. എത്രയാ ചോദ്യം? എത്രയാ? ഇത് നമുക്ക് 6,65,000 രൂപ കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണത്. 6,65 ഒറിജിനൽ കേരള 2015 W8 ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മറ്റേ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യണ്ട, കാരണം അത് റീ രജിസ്ട്രേഷൻ ആണ്. ഇത് ഒറിജിനൽ കേരള വണ്ടിന്റെ മാർക്കറ്റ് മനസ്സിലായാലോ? അത്രയും വ്യത്യാസം ഉണ്ടാവും. പിന്നെ അപ്പൊ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്. നമ്മളെ കറന്റ്ലി ഉള്ള സ്റ്റാഫ് വേറെ ജോലി കിട്ടിയിട്ട് പോവാണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റാഫ് ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ള താല്പര്യമുള്ള ആൾക്കാർ ഓട്ടോമൊബൈൽ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ധാരം കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും കമന്റ്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന്, നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടികൾ വേണമെന്ന്. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.